ഇതിൽ ഏറ്റവും ഒരു കൗതുകം എന്ന് പറയുന്നത് വെച്ചാല് നമ്മുടെ മെമു ട്രെയിന് യാത്ര ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ച അന്ന് മുതല് ഇദ്ദേഹം ആ ഒരു സംവിധാനം തൂരിൽ നിലനിന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് തന്നെ യാത്ര ചെയ്യാതെ, അതായത് ഇദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ടും ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ ആളുകളൊക്കെ സഹകരിച്ചുകൊണ്ടും എത്ര ദിവസം ടിക്കറ്റ് എടുത്തത്? 8 ദിവസം തുടർച്ചയായിട്ട് രാത്രി 3:30 ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പുലർച്ചെ 3:30 ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എന്നും ഉറക്കൊഴിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് ആ ഒരു സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മുടെ തുവൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന, വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തകരൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഈ വരുന്ന ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത്, അല്ലെ? അതെ, സൗജന്യ നേത്ര പരിശോധന ക്യാമ്പാണ്. അത് ദർശന അംഗനവാടിയിലാണ് സംഘടിപ്പിക്കുന്നത്. ഇത് പെരിന്തൽമണ്ണയിലെ അൽ സലാമ കണ്ണാശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. എത്ര വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നു? 3 വർഷമായി ഇപ്പോ ഇവിടെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പല കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അടുത്തായിട്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ റെയിൽവേ ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോ അത് ക്യാമ്പിന് വന്ന കുട്ടികൾ ഇവിടെ ക്ലീൻ വന്ന അവർക്ക് ഫുള്ള് ഭക്ഷണങ്ങൾ ഞങ്ങൾ വകയായിരുന്നു. ഇതിന്റെ മുന്നേ അതേമാതിരി പ്ലാറ്റ്ഫോം അണ്ടർ ഓഫ് ഞങ്ങൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടോ? ആ ഒരു വീടിന് ഞങ്ങൾ 1 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വീട് ഇതേമാതിരി പാവപ്പെട്ടവർക്കൊക്കെ ഞങ്ങൾ പല കാര്യങ്ങളും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന് വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നിർദ്ധരായ എല്ലാവർക്കും ഞങ്ങൾ എന്തെങ്കിലും ആരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിയുന്നത് ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ചിലപ്പോ ഈ പ്രായം ചെന്ന ആളുകളായിട്ട് ടൂറൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താണ്? അതെന്താ അറിയില്ല, അവർക്കൊരു എൻജോയ്മെന്റ്. കാരണം ഇപ്പൊ ഈ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നിച്ചു ഒപ്പം പോയിട്ട് ഒരു ടൂറ്, അവർക്ക് ആരും കൊണ്ടാവാത്ത ആൾക്കാർക്ക് ഉണ്ടാവല്ലോ. അപ്പൊ അവരെ ഒന്നിച്ചു പോയി കണ്ട ഒരു ടൂറൊക്കെ അവർക്ക് മനസ്സിനൊരു കുളിർമ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിച്ചിട്ട് ഒരു ടൂറൊക്കെ വർഷം ഉണ്ടാക്കലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയിൽ പോയി. ഊട്ടി. അത് പ്രായം ചെന്ന ആളുകളായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. 60 വയസ്സിന് മേലുള്ള ആളുകളായിട്ട് ഒരു ടൂർ സംഘടിപ്പിക്കുന്നുണ്ട്. 6 വയസ്സിലുള്ള ആൾക്കാർ സൗജന്യമായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ 60 വയസ്സുള്ള ആളുകളുമായിട്ട് ഒരു ടൂറൊക്കെ പോകുമ്പോ അതിൽ ഒറ്റപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് ആ ഒരു മോഹം, ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ് ഇനി വരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെമോയിലൊരു യാത്ര, അതില് പ്രായമുള്ളവർക്ക് നമ്മളെ മെമോ കണ്ണൂർ വരെ ഒന്ന് പോയി പോരണം. നല്ലൊരു മെമോയിലൊരു ട്രെയിൻ യാത്ര. അത് എത്ര വരെ ഉദ്ദേശിക്കുന്നത്? അത് പേര് എല്ലാവരും ഒരു 20 ആളിന് മുകളിൽ ആളുണ്ടാവും. ഇപ്പൊ പേര് 10-15 ആളുണ്ട്. അപ്പോ എല്ലാവരൊക്കെ കൂടി കണ്ട് ഞങ്ങൾ ഒരു യാത്ര അതിൽ തന്നെ തിരിച്ചു പോരും. അപ്പൊ എന്തായാലും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് പെരിന്തൽമണ്ണ അൽ സലാമ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഇതിന്റെ ഈ ഒരു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യായ തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീനയാണ്. സമയം 9 മണിയാണ്. 9 മുതൽ 2 മണി വരെ. 9 മണി മുതൽ 2 മണി വരെയാണ് ഈ ഒരു ക്യാമ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പോ മുഴുവൻ ആളുകളും ഇതിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.